നമസ്കാരം. കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ ഡി.കെ. ശിവകുമാറിന്റെ സ്വത്ത് വകകൾ സംബന്ധിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ഉടമസ്ഥതയിലുള്ള ജയ്ഹിന്ദ് ടിവി ചാനലിന് സിബിഐയുടെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. ജയ്ഹിന്ദ് മാനേജിംഗ് ഡയറക്ടറായ ബി.എസ്. ഷിജുവിനോട് ബംഗളൂരുവിലെ സിബിഐ ഓഫീസിൽ നേരിട്ട് ഹാജരാവണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജനുവരി 11-ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാവണമെന്നും ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ ജയ്ഹിന്ദ് ചാനലിൽ ഡി.കെ. ശിവകുമാർ നടത്തിയിരിക്കുന്ന നിക്ഷേപത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി തന്നെയാണ് നിലവിൽ ഈ ജയ്ഹിന്ദ് ടിവിയുടെ മാനേജിംഗ് ഡയറക്ടർക്ക് ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് സിബിഐയുടെ ഭാഗമായി ലഭിച്ചിരിക്കുന്നത്. കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും ഭാര്യ ഉഷയും മകനും മറ്റ് കുടുംബ അംഗങ്ങളും ജയ്ഹിന്ദ് ചാനലിൽ നടത്തിയ നിക്ഷേപങ്ങൾ, ഇവർക്ക് കിട്ടിയ ലാഭ വിഹിതം, ഓഹരി ഇടപാടുകൾ എന്നിവ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ സിബിഐ ഇവരിൽ നിന്നും തേടുകയും ചെയ്യും. എന്തായാലും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിൽ വലിയ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് റാലിക്കിടയിൽ തടിച്ചുകൂടിയ പ്രവർത്തകരിലേക്ക് നോട്ട് കെട്ടുകൾ എറിഞ്ഞുകൊടുത്ത് വലിയ വിവാദത്തിന്റെ വാല് പിടിച്ച ആളുകൂടിയാണ് ഡി.കെ. ശിവകുമാർ. ഡി.കെ. ശിവകുമാറിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികളും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വരവിൽ കവിഞ്ഞ സ്വത്തും അല്ലെങ്കിൽ വരുമാനവും ഒക്കെ സംബന്ധിച്ച് വിശദമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ക്രിമിനൽ നടപടിക്രമത്തിന്റെ 91-ാം വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ സിബിഐയുടെ ഭാഗത്തു നിന്നും ശക്തമായ നീക്കമുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കർണാടക ഉപമുഖ്യമന്ത്രിക്ക് നേരെയുള്ള കേസ് അന്വേഷണത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു മാധ്യമ സ്ഥാപനം കൂടി ഭാഗവാക്കായിരിക്കുന്നു. ഇത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കും എന്നുള്ള ഒരു ആശങ്ക കൂടി ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.